നീറ്റ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിൽ പെട്ട ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ +1 ഫിസിക്സിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ്. അതിൽ പെട്ട ഒരു ചാപ്റ്ററാണ് അത് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സിൻ്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഈ ചാപ്റ്ററിന് ചോദിച്ച് കണ്ടിട്ടുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആണ്. അത് 2013 ഫേസ് 2-ൽ, അതേപോലെ 2016, 2018 ഇതിലൊക്കെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 2019 ഫേസ് 2-ൽ ഒരു ചോദ്യം ആ ഒരു വർഷം ചോദിച്ചിട്ടില്ല. പിന്നെ റീസെൻ്റ്ലി നടന്ന എക്സാമിന് 2 ചോദ്യമായിരുന്നു. ആ 2 ചോദ്യവും വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ആ 2 ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 2 to 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ട്രെൻഡ്സ് ഇതുവരെയുള്ള ട്രെൻഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 2 മുതൽ 3 വരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരു 3 ക്വസ്റ്റ്യനൊക്കെ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ റെയർ ആയിട്ടാണ് 4-5 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. മാക്സിമം ഒരു ആവറേജ് ഒരു ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിൽ 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പിന്നെ പൊതുവെ നമുക്ക് കാണാറ്. ഓക്കെ, ഇനി നമുക്ക് 2020 മുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നോക്കാം. 2020-ൽ ചോദിച്ചിട്ടുള്ളത് എ സിലിണ്ടർ കണ്ടെയ്ൻസ് hydrogen gas at pressure of 249 kilopascal and temperature 27 degrees Celsius. Its density. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്കതിൻ്റെ ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം അല്ലേ? എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to nRT. Okay, we know the ideal gas equation, that is PV is equal to nRT. ഇനി ഇതിൽ നമുക്ക് ഡെൻസിറ്റി ആണല്ലോ വേണ്ടത്. അപ്പോൾ ആ ഒരു ടേം കിട്ടാൻ വേണ്ടിയിട്ട് വി ക്യാൻ റൈറ്റ് PV is equal to n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസിന് പകരം നമുക്ക് മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് എന്ന് എഴുതാം. ഓക്കെ, കാരണം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാലോ, മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ്. ബാക്കി ആരുണ്ട്? ഇൻറ്റു R ഇൻറ്റു T. ഇനി ഞാൻ ഈ എം, കാരണം ഡെൻസിറ്റി മീൻസ് മാസ് ബൈ വോളിയം അല്ലേ, അപ്പോൾ ഞാൻ ഈ എം ഇങ്ങോട്ട് എഴുതിയിട്ട് വോളിയം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും? P. ഈ ഡിവൈഡ് ബൈ എം ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു എം ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൾ ടു എം, വോളിയത്തിനെ ഈ ടേം ഭാഗത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ, ഇൻറ്റു R ഇൻറ്റു T. ഓക്കെ, അപ്പോൾ എന്താണ് മാസ് ഡിവൈഡ് ബൈ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി അല്ലേ. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും നമുക്ക്? P ഇൻറ്റു എം വിച്ച് ഈസ് ഈക്വൾ ടു ഡെൻസിറ്റി ഇൻറ്റു R ഇൻറ്റു T. Therefore, what is density? Therefore, density is equal to P into M divided by R into T. അപ്പോൾ ഇനി എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. പ്രഷർ എത്രയാണ് തന്നിട്ടുള്ളത്? 249 ആണ്. കിലോ ആയതുകൊണ്ട് ഞാനത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. M മീൻസ് മോളിക്കുലാർ വെയിറ്റ് അല്ലേ. ഹൈഡ്രജൻ്റെ മോളിക്കുലാർ വെയിറ്റ് 2 gram ആണ്. അപ്പോൾ 2 gram ആയതുകൊണ്ട് ഞാൻ കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിവൈഡഡ് ബൈ R തന്നിട്ടുണ്ട്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 8.3 ഇൻറ്റു ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, നമുക്ക് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 27 + 273 ദാറ്റ് ഇസ് 300 കെൽവിൻ. ഓക്കെ, ഇനി കാൽക്കുലേഷൻ പാർട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 0.2 kg/m3. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, ബാക്കി ഇതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഇതാണ് 2020-ലെ ആദ്യത്തെ ചോദ്യം. നെക്സ്റ്റ് 2020-ലെ രണ്ടാമതൊരു ചോദ്യം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണെങ്കിൽ കൂടി ഡയറക്റ്റ് വായിച്ചാൽ കൂടെ നമുക്ക് ആൻസർ കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യന്? 2 cylinders ENB of equal capacity are connected to each other via a stopcock. A contains an ideal gas at standard temperature and pressure. B is completely evacuated. The entire system is thermally insulated. The stopcock is suddenly opened. Okay, നമുക്ക് അപ്പോൾ ഏതാണെന്ന് ഈ ക്വസ്റ്റ്യൻ, അതായത് ഓരോ പ്രോസസ്സിൻ്റെയും കണ്ടീഷൻസ് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഐസോതെർമലിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കണ്ടീഷൻ ഓർമ്മയുണ്ടായിരുന്നു. ഐസോതെർമൽ പ്രോസസ്സിൽ ദ വാൾ ഷുഡ് ബി എ കണ്ടക്ടിങ് വാൾ. വാൾ എന്തായിരിക്കണം? ഒരു കണ്ടക്ടിങ് വാൾ ആയിരിക്കണം. അതുപോലെ ഐസോതെർമൽ പ്രോസസ് വിൽ ബി എ സ്ലോ പ്രോസസ്. അതെന്തായിരിക്കും? ഒരു സ്ലോ പ്രോസസ് ആയിരിക്കും. അപ്പോൾ ഒരു കണ്ടക്ടിങ് വാൾ ഉണ്ട്, സ്ലോ പ്രോസസ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഐസോതെർമലാണ്. അതേപോലെ അഡയബാറ്റിക്കിൻ്റെ കണ്ടീഷൻ, ഇതിന് രണ്ടിൻ്റെയും കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡയബാറ്റിക്കിൻ്റെ കണ്ടീഷൻ എന്താണ്? ദ വാൾ അഡയബാറ്റിക് മീൻസ് ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി തെർമലി ഇൻസുലേറ്റഡ് അല്ലേ. തെർമലി ഇൻസുലേറ്റഡ് ആയിരിക്കണം.
ആൻഡ് ഡ്യൂറിങ് ആൻ അഡയാബാറ്റിക് പ്രോസസ് ഇറ്റ് ഇസ് എ വെരി ക്വിക്ക് പ്രോസസ്. അഡയാബാറ്റിക് പ്രോസസ്സ് എന്താണ്? വളരെ ക്വിക്കായിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇവിടെ കണ്ടോ, സഡൻ എന്നും പറയുന്നുണ്ട്, തെർമലി ഇൻസുലേറ്റഡ് എന്നും പറയുന്നുണ്ട്. ദെയർഫോർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, അഡയാബാറ്റിക്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? അഡയാബാറ്റിക് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഫോർമുലയാണ്, എളുപ്പമാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2020 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി 2019 ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഹീറ്റ് ഈസ് നൈദർ അബ്സോർബ്ഡ് നോർ റിലീസ്ഡ്? അല്ലേ, ഇത്രയൊക്കെ എളുപ്പമുള്ള ചോദ്യം നീറ്റിനൊക്കെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാത്ത പ്രോസസ്സ് ഏതാണ്? അഡയാബാറ്റിക് അല്ലേ. ഐസോകോറിക് മീൻസ് അവിടെ വോളിയമാണ് കോൺസ്റ്റന്റ്. ഐസോതെർമൽ മീൻസ് വോളിയം. ഐസോതെർമൽ മീൻസ് ടെമ്പറേച്ചർ. ഐസോബാറിക് മീൻസ് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അഡയാബാറ്റിക്കിൽ ഹീറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ഹീറ്റ് അല്ല അവർ ചോദിച്ചിട്ടുള്ളത്? സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ 2018 ചോദിച്ചതാണ്. ദ വോളിയം വി ഓഫ് എ monoatomic gas varies with its temperature as shown in the graph. The ratio of work done by the gas to the heat absorbed by it when it undergoes change from A to state B. അപ്പോൾ സ്റ്റേറ്റ് എ നിന്ന് സ്റ്റേറ്റ് ബിയിലേക്ക് ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ടു ദ ഹീറ്റ് അബ്സോർബ്ഡ്. അപ്പോൾ W ഡിവൈഡഡ് ബൈ Q, വർക്ക് ഡിവൈഡ് ബൈ ഹീറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇത് ഏതാ പ്രോസസ്സ് എന്നല്ലേ? ഇത് എന്തായാലും ഐസോകോറിക് അല്ല, കാരണം വോളിയം മാറുന്നുണ്ട്. ഐസോതെർമൽ അല്ല, കാരണം ടെമ്പറേച്ചർ മാറുന്നുണ്ട്. പിന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഹീറ്റ് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാറാണ്ട് നിൽക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആരായിരിക്കും ഉണ്ടാവുക? പ്രഷർ ആവില്ലേ? കാരണം ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും മാറുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്ത് പ്രോസസ്സാണ്? ഇറ്റ് ഇസ് എൻ ഐസോബാറിക് പ്രോസസ്സ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതെന്താണ്? ഒരു ഐസോബാറിക് പ്രോസസ്സാണ്. അപ്പോൾ വർക്ക് ഡിവൈഡ് ബൈ ഹീറ്റ് ചെയ്താൽ മതിയല്ലോ ഇനി. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഹീറ്റ് എത്രയും നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഹീറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. Q is equal to NC delta T. ഇത് നമ്മൾ കൈനറ്റിക് തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? Q is equal to NC delta T. ഇത് ഐസോബാറിക് ആയതുകൊണ്ട് CP എന്ന് വരും, സ്മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണല്ലോ. Q is equal to NCP delta T ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ Q is equal to N into CP. സി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ്? മോണോ ആറ്റോമിക് അല്ലേ? മോണോ ആറ്റോമിക്കിൻ്റെ CP വാല്യൂ എത്രയാണ്? ഫോർ മോണോ ആറ്റോമിക് CP വാല്യൂ വിൽ ബി ഈക്വൽ ടു 5/2R. ഇനി എങ്ങനെ CP എന്ന് കിട്ടിയെന്ന് സംശയമില്ലല്ലോ. CP കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഒക്കെ ഉണ്ട് അല്ലേ? നമ്മൾ പൊതുവെ എല്ലാ ക്ലാസ്സിലും ഇത് പറയാറുണ്ട്. CPയുടെ ഷോർട്ട് കട്ട് ഐഡിയ എന്താണ്? മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഈക്വൽ ടു 1 + F/2R. ഈ ഒരു ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CP വാല്യൂ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മോണോ ആറ്റോമിക് ആയതുകൊണ്ട് F മീൻസ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? മോണോ ആറ്റോമിക്കിന് 3 ആണ്. സോ 1 + 3/2 ഇൻറ്റു R മീൻസ് ഇറ്റ് ഇസ് 5/2. അപ്പോൾ ഞാൻ CP വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ദാറ്റ് ഇസ് 5/2R. അപ്പോൾ എന്ത് കിട്ടി? Q കിട്ടി. ഇനി വർക്ക് ഡൺ അല്ല വേണ്ടത്, ഐസോബാറിക് ആണ് അല്ലേ? വർക്ക് ഇസ് ഈക്വൽ ടു P delta V. P delta V അറിയാത്തവർ ആരും ഉണ്ടാവില്ല. തെർമോഡൈനാമിക്സിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് P delta V. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയോ? വർക്ക് ഡണ്ണിന് ഒരു ഫോർമുലയും കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ദാറ്റ് ഇസ് PV is equal to nRT. PV is equal to nRT ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ P delta V is equal to nR delta T എന്ന് എഴുതാം. P delta V is equal to nR delta T എന്ന് എഴുതാം. എന്താ P delta V? വർക്ക് ഡൺ എന്നല്ലേ? P delta V means വർക്ക് ഡൺ. സോ വർക്ക് ഡണ്ണിൻ്റെ വേറൊരു ഫോർമുല എന്താണ്? nR delta T. This is the equation of work done. So work done I can write as nR delta T. Work done എനിക്ക് വേണമെങ്കിൽ nR delta T എന്ന് എഴുതിക്കൂടെ? ആ വന്ന സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തന്നു. ഇനിയൊന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല? എന്താണ്? nR delta T ഡിവൈഡഡ് ബൈ ഹീറ്റ് അല്ലേ? ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ നമുക്ക് കിട്ടി N into 5/2R. N into 5/2R. ഓക്കെ, ഞാനിവിടെ ഒരു ഡെൽറ്റ ടി എഴുതാൻ മറന്നിട്ടുണ്ട്. Q മീൻസ് NCP ഇൻറ്റു ഡെൽറ്റ ടി ഉണ്ടല്ലോ, ഇവിടെ ഡെൽറ്റ ടി ഉണ്ട് കേട്ടോ, അത് ഞാനിവിടെ എഴുതാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഡെൽറ്റ ടി എന്ന് എഴുതിയാൽ മതി. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ N-ഉം N-ഉം R ആൻഡ് ഡെൽറ്റ ടി ഇത്രയും ടേംസ് കട്ട് ചെയ്ത് പോകും. ബാക്കി ആരുള്ളത്? 1/5/2. ആ 2 മേലേക്ക് വരുന്ന സമയത്ത് എത്ര ആൻസർ കിട്ടും? 2 ഡിവൈഡഡ് ബൈ 5 അല്ലേ? ഈ 2 മേലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? 2 ഡിവൈഡ് ബൈ 5 അല്ലേ ആൻസർ വരുന്നത്? ദെയർഫോർ എന്താണ് അതിൻ്റെ റേഷ്യോ വരുന്നത്? 2/5. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് എ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
അപ്പോൾ 2018 ചോദ്യമായിരുന്നു ഇത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും 2018 The efficiency of an ideal heat engine working between the freezing point and boiling point of water is. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എൻജിൻസ് കണ്ടുപിടിക്കണം. ഏതിൻ്റെയൊക്കെ ഇടയിലുള്ളതാണ്? വർക്കിംഗ് ബിറ്റ്വീൻ ദ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് നമുക്കറിയാം അല്ലേ? വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ കെൽവിനിലേക്ക് മാറ്റുകയാണെങ്കിൽ 0 + 273 നമുക്ക് 273 കെൽവിൻ എഴുതാൻ പറ്റും. ഇനി വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എങ്ങനെ കെൽവിനിലേക്ക് മാറ്റുക? 100 + 273 ദാറ്റ് ഇസ് 373 കെൽവിൻ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമ്മൾ ഹീറ്റ് എൻജിൻ, അതായത് ഐഡിയൽ ഹീറ്റ് എൻജിൻ മീൻസ് കാർനോട്ട് എൻജിൻ അല്ലേ? ഐഡിയൽ ഹീറ്റ് എൻജിൻ മീൻസ് കാർനോട്ട് എൻജിൻ ആണ്. കാർനോട്ട് എൻജിൻ്റെ എഫിഷ്യൻസിയുടെ ഫോർമുല അറിയണം. കാർനോട്ട് എൻജിൻ്റെ എഫിഷ്യൻസിൻ്റെ ഫോർമുല അറിയാം. എന്താ ഫോർമുല? അറിയാത്തവർ ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചോളൂ. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - T2 ഡിവൈഡഡ് ബൈ T1. എന്താണ് കാർനോട്ട് എൻജിൻ്റെ എഫിഷ്യൻസിയുടെ ഫോർമുല? 1 - T2 ഡിവൈഡ് ബൈ T1. T1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ആണ്. T1 മീൻസ് ടെമ്പറേച്ചർ ഓഫ് സോഴ്സ്, T2 മീൻസ് ടെമ്പറേച്ചർ ഓഫ് സിങ്ക്. സോഴ്സ് ടെമ്പറേച്ചർ കൂടിയ, അതായത് ഹോട്ട് റിസർവോയർ ആണ്. ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തിനെയാണ് നമ്മൾ T1 എന്ന് വിളിക്കാറ്. ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തിനെയാണ് സിങ്ക് എന്ന് വിളിക്കാറ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും ടെമ്പറേച്ചർ കൂടിയത് ഏതാണ്? 373 ആണോ 273 ആണോ? 373. അതുകൊണ്ട് T1 ആയിരിക്കും ഇത്. അപ്പോൾ T1 T2 ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ പറയില്ല ഏതാണ് സോഴ്സ് ഏതാ സിങ്ക് എന്ന്. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ പറയില്ല. ടെമ്പറേച്ചർ കൂടിയതിന് T1 ആക്കി എടുക്കുക, ടെമ്പറേച്ചർ കുറഞ്ഞതിന് T2 ആക്കി എടുക്കുക. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. Therefore efficiency is equal to 1 - T2 എത്രയാണ്? 273 ഡിവൈഡഡ് ബൈ T1 ഈസ് 373. ഓക്കെ, പെർസെൻറ്റേജ് ഓപ്ഷൻസ് ഒക്കെ പെർസെൻറ്റേജിലായതുകൊണ്ട് ഞാൻ 100 കൊണ്ട്, പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ ആവശ്യമില്ല, പെർസെൻറ്റേജിലായതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ബാക്കി ഇനി കാൽക്കുലേഷൻ പാർട്ടാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 26.8% എന്ന് കിട്ടും. 26.8%. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ 2018 രണ്ട് ചോദ്യങ്ങളും എളുപ്പമായിരുന്നു. 18 മാത്രമല്ല, എല്ലാ തെർമോഡൈനാമിക്സിലെ പൊതുവെ ഒക്കെ എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി 2018 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സാമ്പിൾ ഓഫ് 0.1 gram of water at 100 degree Celsius and normal pressure requires 54 calorie of heat energy to convert to steam at 100 degree Celsius. If the volume of the steam produced is 167.1 cc, the change in the internal energy of the sample is. ഇനി 2018 ചോദ്യം. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഐഡിയൽ ഗ്യാസ് അതല്ലാതെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയാം. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. നമുക്ക് ഡെൽറ്റ യു അല്ല വേണ്ടത്. ദെയർഫോർ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഡെൽറ്റ ക്യൂവും ഡെൽറ്റ ഡബ്ല്യൂയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. ഡെൽറ്റ ഡബ്ല്യു മീൻസ് വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡെൽറ്റ വി അല്ലേ? വർക്ക് ഡൺ മീൻസ് പി ഡെൽറ്റ വി ആണ്. അത് അപ്പോൾ ആദ്യം ഹീറ്റ് കണ്ടുപിടിക്കാം. ഡെൽറ്റ ക്യൂ ഹീറ്റ് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? ഇറ്റ് റിക്വയർസ് 54 കാലറി ഓഫ് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 54 കാലറി. നമുക്ക് കാലറിയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ജൂള് വേണ്ടേ. അപ്പോൾ കാലറിയിൽ വി നോ ദാറ്റ് 1 calorie is equal to 4.2 joule. So for converting calorie into joule, I am multiplying by 4.2. So 54 into 4.2 is equal to, ശരിക്കും 4.18 ആണ്. നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 4.2 ആക്കിയിട്ട് എന്ത് ചെയ്യാണ്? റൗണ്ട് ചെയ്യുന്നതാണ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 225.72 ജൂൾ. 225.72 ജൂളാണ് ഹീറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടി. ഓക്കെ, ഇനി വർക്ക് ഡൺ അല്ല കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ അത് രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ആൻസറായി. വർക്ക് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ആണല്ലോ. വർക്ക് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് വേണം? ഡെൽറ്റ വി വേണം അല്ലേ? അപ്പോൾ ഡെൽറ്റ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം വാട്ടർ ആയിരുന്നു. ആ വാട്ടർ പിന്നീട് എന്തായിട്ട് മാറി? സ്റ്റീമായിട്ട് മാറി. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം എന്ന് വെച്ചാൽ എന്താണ്?
V2 മൈനസ് V1, അതായത് വോളിയം ഓഫ് സ്റ്റീം മൈനസ് വോളിയം ഓഫ് വാട്ടർ. ഓക്കെ, വോളിയം ഓഫ് സ്റ്റീം മൈനസ് വോളിയം ഓഫ് വാട്ടർ, അതാണ് ഡെൽറ്റ വി എന്ന് വിളിക്കുന്നത്, V2 മൈനസ് V1. കാരണം അത് ആദ്യം വാട്ടർ ആയിരുന്നു, പിന്നെന്തായി മാറി, സ്റ്റീമായിട്ട് മാറി. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അതല്ലേ നമ്മൾ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 1 × 10⁵ വോളിയം ഓഫ് സ്റ്റീം. വോളിയം ഓഫ് സ്റ്റീം ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 167.1. അത് CC ആണ് അല്ലേ, ക്യൂബിക് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ നമുക്കത് മീറ്റർ ക്യൂബ് സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഐ എം മൾട്ടിപ്ലൈങ് ബൈ 10⁻⁶. 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, മൈനസ് വോളിയം ഓഫ് വാട്ടർ നമുക്കറിയില്ല. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അതുകൊണ്ട് മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, സോ മാസ് അല്ല, നമുക്ക് വോളിയം അല്ല വേണ്ടത്. ദെയർഫോർ വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. കാരണം നമുക്ക് വോളിയം ആണല്ലോ ഇവിടെ വേണ്ടത്. ആരുടെ വോളിയമാണ്? സ്റ്റീമിൻ്റെ വോളിയം. സോ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 0.1 ഗ്രാം, 0.1. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം, സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. CGS യൂണിറ്റിൽ, ഓക്കെ, അതായത് സെൻറ്റിമീറ്റർ, ഇപ്പോൾ ഡെൻസിറ്റി മീൻസ് ദാറ്റ് മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ 1000 ആണ്. അതേപോലെ തന്നെ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ നമ്മൾ 1 ആക്കിയല്ലേ എടുക്കാറ്. അപ്പോൾ എന്താണ് 1? സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ 1000 ആണ്, CGS യൂണിറ്റിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണല്ലോ. കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് തവണ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ആ രീതിയിൽ. അപ്പോൾ ഇത്രയും കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 0.1 ആൻസർ വന്നു. 0.1 ഇതും ഏത് തന്നെയാണ്? സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെയാണ്. ഞാൻ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ചെയ്യട്ടെ. സോ മൈനസ് 0.1 × 10⁻⁶. 0.1 × 10⁻⁶. ഇത്രയും പാർട്ട് നമ്മൾ ചെയ്തല്ലോ. ഇനി അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി? വർക്ക് ഡൺ കിട്ടി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി, ഡെൽറ്റ ക്യൂവും കിട്ടി, അതേപോലെ തന്നെ ഡെൽറ്റ ഡബ്ല്യൂയും. ഇത് രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ യു കിട്ടും. ഇപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 16.91. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 16.91 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെയർഫോർ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 225.72 minus 16.91. Okay, that is equal to 208.7. That is equal to 208.7. അപ്പോൾ ഇത് നമുക്ക് ആൻസർ, കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 208.7. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇത് 2017 ചോദ്യമാണ്. എ തെർമോഡൈനാമിക് പ്രോസസ് ആർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഡയഗ്രാം. അപ്പോൾ ഈ ഡയഗ്രത്തിൽ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ മാച്ച് ചെയ്യാനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തെർമോഡൈനാമിക്സിൻ്റെയും ഇൻഡിക്കേറ്റർ ഡയഗ്രാം, അതായത് PV ഗ്രാഫ് അറിയണം. ഓക്കെ, അപ്പോൾ ഞാൻ PV ഗ്രാഫ് ഓരോ പ്രോസസ്സിൻ്റെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു PV ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് പ്രോസസ്സ് ആയിരിക്കും ഉണ്ടാവുക? ഈ ഒരു ഗ്രാഫ് ഈ ഒരു രീതിയിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് എന്നല്ലേ. ഇവിടെ ഫിഗറിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ആര് കോൺസ്റ്റൻ്റ് ആണ്? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ വേരി ചെയ്യുന്നില്ല. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? ഇറ്റ് ഇസ് എൻ ഐസോബാറിക് പ്രോസസ്സ്. ഇതൊരു ഐസോബാറിക് പ്രോസസ്സിൻ്റെ ഗ്രാഫാണ്. ഇനി അത് എളുപ്പമായിട്ട് മനസ്സിലാക്കാം. ഇത് ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ, ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ ഇത് ഐസോകോറിക് ആണ്. ഇത് ഇസ് എൻ ഐസോകോറിക്. ഇനി ബാക്കിയുള്ളത് അഡയാബാറ്റിക്കും ഐസോതെർമലും അല്ലേ. അത് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ഐസോതെർമൽ ആണെങ്കിൽ ഗ്രാഫ് ചെറിയൊരു സ്ലോപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഐസോതെർമലിൻ്റെ ഗ്രാഫ്. ഓക്കെ, ഐസോതെർമൽ. അഡയാബാറ്റിക് ആണെങ്കിൽ അതിന് ഒരുപാട് സ്ലോപ്പ് ഉണ്ടാവും അല്ലേ, അതിൻ്റെ സ്ലോപ്പ് ഒന്ന് കൂടുതലായിരിക്കും. ഇതാണ് അഡയാബാറ്റിക്കിൻ്റെത്. അപ്പോൾ എങ്ങനെയാണ് ഐസോതെർമലും അഡയാബാറ്റിക്കും മനസ്സിലാവും? ഐസോതെർമലിൻ്റെ സ്ലോപ്പ് കുറവായിരിക്കും, അഡയാബാറ്റിക്കിന് ഒരുപാട് സ്ലോപ്പ് ഉണ്ടാകും. ഇനി ഇതൊന്ന് നോക്കി നോക്കൂ. ആദ്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഈ പ്രോസസ് 1 കണ്ടോ? ഇതാണ് പ്രോസസ് 1. അപ്പോൾ പ്രോസസ് 1 സ്ട്രെയിറ്റ് ആണ് വരുന്നത്. ഇവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, പ്രോസസ് 1. അപ്പോൾ പ്രോസസ് 1 ഏതായിരിക്കും ഉണ്ടാവുക? ഇത് PV ഗ്രാഫ് അല്ലേ. ഇത് വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ഐസോകോറിക് പ്രോസസ്സാണ്. അപ്പോൾ പ്രോസസ് 1 ഏതിലേക്കാണ് പോകുന്നത്? സിയിലേക്കാണ്. അതായത് P ഈസ് ഗോയിങ് ടു സി. ശരിയല്ലേ?
ഇനി അടുത്തത് ഈ ഫോർത്ത് പ്രോസസ്സ് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. ഫോർത്ത് പ്രോസസ്സ് നോക്കി നോക്കൂ, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫോർത്ത് വൺ ഏതാണ്? ഐസോബാറിക്. അപ്പോൾ ഫോർത്ത് വൺ എനിക്ക് ഐസോബാറിക് എന്ന് പറയാൻ പറ്റും. സോ ഫോർത്ത് വൺ ഈസ് ഗോയിങ് ടു സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് എസ് ഈസ് ഗോയിങ് ടു ബി. ഇനി ബാക്കിയുള്ളത് പ്രോസസ് 2ഉം അതേപോലെ പ്രോസസ് 3യും അല്ലേ. ഇതാണ് പ്രോസസ് 2ഉം 3യും. 3 നോക്കി നോക്കൂ, ഇതാണ് 3യും ഇതാണ് 2. ആർക്കാണ് സ്ലോപ്പ് കുറവ്? 3ക്ക് ചെറിയ സ്ലോപ്പേ ഉള്ളൂ അല്ലേ, കണ്ടോ? 3ക്ക് ചെറിയ സ്ലോപ്പേ ഉള്ളൂ. അതുകൊണ്ട് 3 എന്തായിരിക്കും ഉണ്ടാവുക? ഐസോതെർമൽ ആയിരിക്കും ഉണ്ടാവുക. സോ 3 മീൻസ് ആർ അല്ലേ. സോ ആർ ഈസ് ഗോയിങ് ടു ഡി, കാരണം ഐസോതെർമൽ ആണ്. ഈ 2ൻ്റെ കേസ് ആലോചിച്ച് നോക്കൂ, ഇതെന്താണ്? ഒരുപാട് സ്ലോപ്പ് വരുന്നുണ്ട്. അത് അഡയാബാറ്റിക് ആണ്. അപ്പോൾ എല്ലാം കൂടി മാച്ച് ആവുന്നത് ഏതാണ്? ഓപ്ഷൻ എ അല്ലേ. അപ്പോൾ ആ ഗ്രാഫ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാനിക്ക് ആ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി തന്നു. ഐസോതെർമലിൻ്റെ സ്ലോപ്പ് കുറവായിരിക്കും, വൈൽ ദ അഡയാബാറ്റിക് ഈസ് ഹാവിങ് മച്ച് മോർ സ്റ്റീപ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2015 ചോദിച്ചു, ക്യാൻസൽ ചെയ്തു. അവിടെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും. 2017 ഇതേ ക്വസ്റ്റ്യൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തു. എ കാർനോട്ട് എൻജിൻ ഹാവിങ് an efficiency of 1/10 as heat engine is used as a refrigerator. If the work done on the system is 10 joule, the amount of energy absorbed from the reservoir at low temperature is. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർമുല അറിയണം. അപ്പോൾ ആ ഒരു ഫോർമുല ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കണം. അതായത് റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നാണ് പറയാറ്. റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ എന്താണ്? എഫിഷ്യൻസിയാണ്. അപ്പോൾ എഫിഷ്യൻസിയും കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസും തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് നമ്മൾ ബീറ്റ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ദെയർഫോർ ബീറ്റ ഈസ് ഈക്വൽ ടു 1 - ഈറ്റ ഡിവൈഡഡ് ബൈ ഈറ്റ. ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. ദിസ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, ആ ഒരു റിലേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് മീൻസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഒരു റെഫ്രിജറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? Q2 ആണ്, ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇൻപുട്ട് എന്താണ്? വർക്ക് ഡൺ ആണ്. സോ Q2 ഡിവൈഡ് ബൈ വർക്ക് ഡൺ. ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഫോർ എ റെഫ്രിജറേറ്റർ, Q2 ഡിവൈഡ് ബൈ W. ഓക്കെ, W. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ബീറ്റക്ക് പകരം ഞാൻ എന്ത് ചെയ്തി? Q2 ഡിവൈഡഡ് ബൈ W വിച്ച് ഈസ് ഈക്വൽ ടു 1 - ഈറ്റ ഡിവൈഡ് ബൈ ഈറ്റ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് Q2 അല്ല വേണ്ടത്. ദെയർഫോർ Q2 ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. ഇഫ് ദ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് 10 ജൂൾ. അപ്പോൾ വർക്ക് ഡൺ എത്ര തന്നിട്ടുണ്ട്? 10 ആണ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 1 - ഈറ്റ എത്രയാണ്? 1/10 ഡിവൈഡഡ് ബൈ ഈറ്റ. ഈറ്റ ഈസ് 1/10. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത Q2യുടെ വാല്യൂ കിട്ടും. ദെയർഫോർ Q2 ഈസ് ഈക്വൽ ടു 90 ജൂൾ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Q2 ഈസ് ഈക്വൽ ടു 90 ജൂൾ. ഓക്കെ, അപ്പോൾ ബാക്കി സൊല്യൂഷൻ അല്ലേ, അത് എളുപ്പമാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എന്ത് മനസ്സിലായി? ദ റിലേഷൻ ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, ഓർത്ത് വെക്കണം. ബീറ്റ ഈസ് ഈക്വൽ ടു 1 - ഈറ്റ ഡിവൈഡ് ബൈ ഈറ്റ. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ. ബീറ്റയുടെ ഇക്വേഷൻ എന്താണ്? Q2 ബൈ W. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. സോ അപ് ടു 2017 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.